ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 44 മുതൽ 49 വരെയുള്ള തിരുവചന ഭാഗം. യേശുവിൻ്റെ ഒരു വിടവാങ്ങൽ സന്ദേശം പോലെ ശിഷ്യന്മാരുടെ മുമ്പിൽ അവൻ തൻ്റെ പ്രബോധനത്തിൻ്റെ ചുരുള് അഴിക്കുകയും വചനത്തെക്കുറിച്ച് പലപ്പോഴും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴും വചനബദ്ധമായ കഥകളും സംഭവങ്ങളുമൊക്കെ ഈശോ അവരുടെ മുമ്പിൽ വിവരിച്ചു കൊടുത്തപ്പോഴുമെല്ലാം അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്ന തിരിച്ചറിവോടെ ഈശോ അവർക്ക് എല്ലാം തിരിച്ചറിയാനുള്ള വരം കൊടുക്കുകയാണ്. അഭിഷേകത്തോടു കൂടി ഈശോയുടെ വചനം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശക്തരാക്കുകയാണ്. ഒരു കാര്യം കൂടി അവിടെ നിന്ന് ഓർമ്മിപ്പിച്ചു. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് അവിടുത്തെ തിരുവചനവും അവിടുന്ന് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയത്തിൻ്റെ വലിപ്പം നമുക്ക് ലഭിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു മേഖല, ഏറെ ഗൗരവത്തോടെ നാം കാണേണ്ട ഒരു കാര്യം, ബൈബിള് എത്ര ആവർത്തി വായിച്ചാലും അതിൻ്റെ പൊരുള് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്കുണ്ടാകണം. എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് കോറിയിടുന്ന ചിന്തകൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാകൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. വചനം ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഈശോ പറഞ്ഞു വെച്ചതാണ്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കും. ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കൽ അനിവാര്യമായ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് സ്ഥൈര്യലേപനത്തിലൂടെ നാം സ്വീകരിച്ച മറ്റു കൂദാശകളിലൂടെ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടവരാണ്. ആ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞവരായിട്ട് വേണം ഈശോയുടെ വചനം പ്രഘോഷിക്കാൻ നമ്മൾ ശക്തരാകേണ്ടത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഈശോയെ കൊടുക്കുവാനും ഈശോയെ പങ്കുവെക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മുടെ അധരങ്ങളിലൂടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യം ഈശോ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടെ അവൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി, അവൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ഈ ഒരു തിരിച്ചറിവ് കൂടെ ഈ ദിവസത്തിൻ്റെ പുണ്യമായിട്ട് കരുതാൻ നമുക്ക് സാധിക്കുക. ആദ്യം സൂചിപ്പിച്ചത്, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അവൻ നമുക്ക് ശക്തി തരും, അവൻ നമുക്ക് കൃപ തരും, അവൻ നമുക്ക് അഭിഷേകം നൽകും, അവൻ വചനത്തിൻ്റെ പൊരുള് നമുക്ക് വ്യാഖ്യാനിച്ചു തരും. രണ്ടാമത്തേത്, നിത്യജീവിതത്തിൻ്റെ വഴിത്താരയിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നവരാകാൻ, തുറവിയോടെ അവൻ്റെ വചനത്തെ പ്രതീക്ഷിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തി സംഭരിക്കുന്നത് വരെ പ്രാർത്ഥനയിൽ, നിശബ്ദതയിൽ, ദൈവസന്നിധിയിൽ ചിലവഴിക്കാൻ, പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കാനൊക്കെയുള്ള കൃപ ഈശോ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.